നമസ്കാരം. പെഹൽഗാം കൂട്ടക്കൊലയുടെ പ്രത്യാക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇന്ന് 11 ദിവസം കഴിഞ്ഞു ഏപ്രിൽ 22 ഭീകരാക്രമണം നടന്നിട്ട്. 26 പേരാണ് കൊല്ലപ്പെട്ടത്. 24 പേരും 25 പേരും ഇന്ത്യക്കാരാണ്. ഒരാൾ നേപ്പാളിയാണ്. അതിനെതിരായി തിരിച്ചടിക്കും എന്ന പ്രസ്താവന നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ തിരിച്ചടിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ ഭീകരാക്രമണം ഇന്ത്യയുടെ ഉള്ളിൽ വന്ന് നമ്മുടെ നിരപരാധികളായ വിനോദസഞ്ചാരികളെ പേര് ചോദിച്ച് ജാതിയും മതവും നോക്കിയിട്ട് കൊലപ്പെടുത്തിയ ഭീകരവാദികളുണ്ടല്ലോ, അവരാരാണ് എന്ന് കണ്ടെത്തിയാലല്ലേ നമുക്ക് തെളിവ് കിട്ടൂ. ഇതുവരെ തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ കാശ്മീരിൻ്റെ കാടും മേടും മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. സംശയം തോന്നിയ മുഴുവൻ മനുഷ്യരുടെയും വീടുകൾ തകർക്കുകയാണ്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ നമുക്ക് നമ്മുടെ ഈ അതിശക്തമായ കേസന്വേഷണ കുറ്റാന്വേഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും പട്ടാപ്പകൽ വെട്ടത്തിൽ വന്നിട്ട് ഈ 26 മനുഷ്യരെ കൊന്നുപോയ കുറ്റവാളികളെ കണ്ടെത്താനായില്ല എന്നതാണ് ഇപ്പോഴത്തെ ദയനീയമായൊരു സ്ഥിതി. 2, പാകിസ്ഥാനെ ഞങ്ങൾ നിലക്ക് നിർത്തും, വകവരുത്തും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്താണ് തിരിച്ചടിക്കാൻ ഇത്ര മടി എന്ന ചോദ്യം എല്ലാ കോണിൽ നിന്നും ഉയർന്നു. പ്രതിപക്ഷം അത് ഉയർത്തിയാൽ നമുക്ക് മനസ്സിലാവും. യുദ്ധം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ ആക്ഷേപിക്കാനും അപലപിക്കാനും തയ്യാറാണ്. പക്ഷേ ഈ തിരിച്ചടിക്കാൻ എന്താണ് മടി എന്ന് ചോദിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതൃയോഗം അത് ഉന്നയിച്ചു. ആ ചോദ്യം എന്താണ് മടി, എന്താണ് പ്രയാസം എന്ന് ചോദിക്കേണ്ടായി. എന്തു നടപടി, എത്ര ശക്തമായ ആക്രമണം ഇന്ത്യ നടത്തിയാലും ഇന്ത്യയിലെ പ്രതിപക്ഷം കൂടെ നിൽക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ BJP നേതാക്കന്മാർ, ബംഗാളിലെ BJP നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്താണ് ഈ ഇത്ര താമസം, എന്തിനാണ് കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടായി. കാത്തിരിക്കുന്നതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ ദിവസം വെളിവായിട്ടുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ബംഗ്ലാദേശിൽ നിന്നാണ് ആ വെളിപ്പെടുത്തൽ വന്നത്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവിടുത്തെ ഉപദേശി ഭരണമാണല്ലോ അവിടുത്തെ ചീഫ് അഡ്വൈസർ, ബംഗ്ലാദേശ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് അഡ്വൈസർ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് ആണല്ലോ. മുഹമ്മദ് യൂനുസിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളിയായിരുന്നു അവിടുത്തെ മുൻ പട്ടാള മേധാവി റിട്ടയേർഡ് മേജർ ജനറൽ ആലം ഫസലുർ റഹ്മാൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദമുണ്ടാക്കി ഈ കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞത് ഫസലുർ റഹ്മാൻ സമം മുഹമ്മദ് യൂനുസാണ്, മുഹമ്മദ് യൂനുസ് പറഞ്ഞതിന് തുല്യമാണ്. ഫസലുർ റഹ്മാൻ്റെ പ്രസ്താവന ഞെട്ടിക്കുന്നതാണ്. ഫസലുർ റഹ്മാൻ പറഞ്ഞത് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രസ്താവനകളിൽ നിന്ന് കാണുന്നത്. പാകിസ്ഥാനെ, പഹൽഗാം കൂട്ടക്കൊലയുടെ പേര് പറഞ്ഞ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ തുനിഞ്ഞാൽ ഞങ്ങൾ ബംഗ്ലാദേശ് ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യും. ചൈനയുമായി കൂട്ടുചേർന്ന് ഇന്ത്യയെ ഞങ്ങളും ആക്രമിക്കും. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്ത് ചൈനയുടെയും ബംഗ്ലാദേശിനോടും ചേർന്ന് ചൈനയോടും ബംഗ്ലാദേശിനോടും ചേർന്ന് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശത്തെ 7 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് കയറി ആക്രമിച്ച് പിടിച്ചടക്കും. ആ ആക്രമണത്തിൽ ചൈന കൂടി ഞങ്ങളുടെ കൂടെ നിൽക്കും. ചൈനയുമായി അക്കാര്യത്തിൽ ഞങ്ങൾ കൂടിയാലോചന തുടങ്ങിയിട്ടുണ്ട് എന്ന് ഫസലുർ റഹ്മാൻ പ്രഖ്യാപിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ ഭീകരാക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-നാണ്. അതിൻ്റെ തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പ് മാർച്ചിൽ സാക്ഷാൽ മുഹമ്മദ് യൂനുസ് ചൈനയിൽ വളരെ ദീർഘമായ പര്യടനം നടത്തുകയും ചൈനീസ് നേതാക്കന്മാരുമായി വളരെ ഉന്നതതല കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേ വിഷയം മുഹമ്മദ് യൂനുസ് ഉന്നയിച്ചതായിട്ട് മാധ്യമങ്ങളിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനത്തെ 7 സംസ്ഥാനങ്ങൾ, ആ 7 സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് മർമ്മപ്രധാനമാണ്, എന്നാൽ ചൈനയ്ക്ക് ഉപകാരപ്പെടുന്ന സംസ്ഥാനങ്ങളുമാണ്. ചൈനയ്ക്ക് ഇന്ത്യ മഹാസമുദ്രത്തിലേക്കുള്ള ഒരു ചാലാണ്, അല്ലെങ്കിൽ ഒരു വലിയ വഴിയാണ് വെട്ടി തുറക്കുക. ഈ 7 സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ 7 സംസ്ഥാനങ്ങൾ ചൈനയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് കൈയടക്കിയാൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശും ചൈനയും ചേർന്ന് കൈയടക്കിയാൽ, അതല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പിന്തുണയോടെ ചൈന കൈയടക്കിയാൽ ഇന്ത്യ മഹാസമുദ്രത്തിലേക്ക് വലിയൊരു താവളവും വലിയൊരു വഴിയും ആണ് തുറക്കാൻ കഴിയുക. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ ചൈനയുടെ ഒരു വലിയ തുറമുഖം പണി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിവേഗത്തിലാണ്. കോക്സ് ബസാറിലാണത്. ചൈനയുടെ വലിയൊരു തുറമുഖത്തിൻ്റെ പണി നടക്കുകയാണ്. ചൈനക്ക്, ബംഗ്ലാദേശിൻ്റെ മേൽ ചൈനക്ക് കിട്ടുന്ന വലിയ സ്വാധീനം കൂടിയാണ് സത്യത്തിൽ
നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യയെ കൂടി ആക്രമിക്കാനും ഇന്ത്യൻ വംശജന്മാരോട് വലിയ അതിക്രമം കാണിക്കാനും ഒക്കെ ബംഗ്ലാദേശ് ഗവൺമെൻറ് പ്രേരിപ്പിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ആസാം, ത്രിപുര, മണിപ്പൂർ, മിസോറാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് ഈ 7 സംസ്ഥാനങ്ങൾ നിർണായകമാണ്. ഈ 7 സംസ്ഥാനങ്ങൾ ചൈന കയറി ആക്രമിക്കും എന്ന ഒരു ഭീഷണി കൂടി ഇന്ത്യയുടെ മുമ്പിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സമയത്ത് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോയാൽ ഒരുപക്ഷെ ഒരേ സമയം ഇന്ത്യയുടെ 2 ശത്രു രാജ്യങ്ങളോട് ഒരേ സമയത്ത് വലിയ യുദ്ധത്തിലേക്ക് പോയേക്കുമോ എന്ന ആശങ്ക ഇന്ത്യയെ നടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയെ അലട്ടുന്നുണ്ടാവാം. പാകിസ്ഥാൻ ഇന്ത്യക്കൊരു പ്രശ്നമാവേണ്ട യാതൊരു അവസ്ഥയുമില്ല. പാകിസ്ഥാനെ ഇന്ത്യ എപ്പോൾ ആക്രമിച്ചാലും ഇന്ത്യക്ക് ജയിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയേ ഉള്ളൂ പാകിസ്ഥാൻ 5-6 തവണ. പക്ഷേ നിർഭാഗ്യവശാൽ 5-6 തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടേണ്ട അവസ്ഥയുണ്ടായപ്പോഴും ആരും ജയിച്ചില്ല, ആരും തോറ്റില്ല എന്ന മട്ടിൽ അത് ചർച്ചയിലൂടെയൊക്കെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി പാകിസ്ഥാൻ്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു എന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും ആവശ്യമുണ്ട് താനും. പക്ഷേ ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടും ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകാത്തതിൻ്റെ ഒരു കാരണം ചൈനയാണ്. ചൈനയുടെ ഭീഷണി പാകിസ്ഥാനേക്കാളും വലുതാണ്. ഈ അരുണാചൽ പ്രദേശിലെ ഒട്ടേറെ പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ ചൈനയുടെ കയ്യിലാണെന്ന് വാർത്തകളുണ്ട്. അരുണാചൽ പ്രദേശിലെ എത്രയോ സർവേകളും അവിടുത്തെ സ്ഥലപ്പേരുകളും ഒക്കെ തീരുമാനിക്കുന്നത് ചൈനയാണ് എന്ന ആക്ഷേപമുണ്ട്. അതുകൊണ്ട് ചൈനയുടെ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കുന്നില്ല? പാകിസ്ഥാനെ ഭയന്നിട്ടല്ല, ചൈനയെ ഭയന്നിട്ടാണ്. തീർച്ചയായിട്ടും ഒരു യുദ്ധ കാലാവസ്ഥ ഉരുണ്ടുകൂടുന്ന സന്ദർഭത്തിൽ ഈ വാർത്ത വന്നത് ബംഗ്ലാദേശിൽ നിന്നാണെങ്കിൽ പോലും ആ വാർത്ത കൗതുകം നിറഞ്ഞതാണ്, അങ്ങേയറ്റം ഉത്കണ്ഠാജനകവുമാണ്. ഇന്ത്യയെ പാകിസ്ഥാനും ചൈനയും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു കൂട്ടാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടമായ ഒരു ഭീഷണി ഇന്ത്യക്ക് മേൽ നിലനിൽക്കുന്നു എന്ന വാർത്ത ചെറുതല്ല, വളരെ വലുതാണ്, ആശങ്കാജനകമാണ്, ആപൽക്കരമാണ്. നന്ദി, നമസ്കാരം.